റാഷി, ഇതെന്തോ ആനത്താമരയോ? പറയൂ. ഇതിന് ഇലക്കേ ഒരു 6 മാസമായ കുഞ്ഞിനെ കിടത്തിയപ്പോഴും ഇത് താന്നു പോകത്തില്ല. അത്രയ്ക്ക് വെയിറ്റ് താങ്ങാൻ. പ്ലാസ്റ്റിക് കണക്കിരിക്കുന്നത് കണ്ടാലല്ലേ? കുട്ട കണക്കാണ് ഇതിന്റെ ആദ്യ ഒരു രൂപം എന്ന് വെച്ചാൽ ആ കാണുന്നില്ലേ, ചുവപ്പ് കണക്ക് വന്നിട്ട് ചുവപ്പ് കണക്കാണ് അതിന്റെ ഇല ആദ്യം വരുന്നത്. അപ്പൊ നമുക്കത് താമരയുടെ മുട്ട കണക്ക് തോന്നും, പക്ഷെ അത് മുട്ട അല്ല, അത് ഇലയാണ്. ഇല ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വന്നിട്ടാണ് ഒരു കൊട്ട കണക്കൊരു കണ്ട നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ഒരു കൊട്ട, അതുപോലെ ഒരു കണക്കത് ഇരിക്കുന്നില്ലേ, അതുപോലെ ഇരിക്കും. നല്ല രസമുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം കൊടയും ചോറ്റുപാത്രവും ഒക്കെ ഇതിനകത്ത് കൊണ്ട് ഇട്ട് പോകുമായിരുന്നു. പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ പഠിച്ചിട്ടുള്ളത്? ഞാൻ ഈ മടത്തറ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ടൂറിനൊക്കെ ആകെ കൊണ്ടുവരുന്നത് ഇവിടെയായിരിക്കും. അന്നത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെ അല്ലേ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. 15 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടെല്ലാം മൺപാതയായിരുന്നു. ഇപ്പൊ എല്ലാം കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി. കണ്ട ഈ ഒരു ഇല കാണാൻ എന്തൊരു ഭംഗിയാണ്. അതിന്റെ പൂവാന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും വെറൈറ്റി. അതിന്റെ പൂ ആദ്യം ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം മുള്ളു വിരിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ വിടർന്ന് അത് ഫുള്ള് വിടരുമ്പോ ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലേ, വലിയ പൂവായിരിക്കും. ഈ സാധാ ഒരു താമര കാണുന്ന പോലെയല്ല, ഇലയേക്കാളും വലിയ പൂവായിരിക്കും. ഇലയേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. ഇത് ഒരുപാട് ഇതളുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും. ഇപ്പൊ വിരിഞ്ഞ പൂവില്ല ഇതിലല്ലേ? വിരിഞ്ഞ പൂവില്ല, ഇത് മൂടി നിൽക്കുന്നു. ഇതാണ് ഇതിന്റെ പൂവ് മൊട്ടല്ലേ? വെറൈറ്റി. ഇവിടെ ഇത് മാത്രമല്ല, ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇതല്ലേ ഏഷ്യയിലെ. ഇലയുടെ അടിയിൽ മുള്ളാണല്ലേ? മുള്ളാണ്, ഇതിനെ തൊടാൻ പറ്റത്തില്ല. ഇതിനകത്ത് സോഫ്റ്റ് ആണ്, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ വെളിയിലോട്ട് മൊത്തം മുള്ളാണ്. ഒരു പാത്രത്തിന്റെ ഷേപ്പ് തന്നെയല്ലേ? ഷേപ്പാണ്. പക്ഷെ കണ്ട സംശയം ഉണ്ടെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ പണ്ട് നമ്മളിങ്ങനെ ചോറ്റുപാത്രം കോടയൊക്കെ കൊണ്ടുവന്ന്